മോർണിംഗ് മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ പുതിയൊരു മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മുടെ കമ്പ്യൂട്ടർ സെക്യൂരിറ്റിയുടെ ഫസ്റ്റ് മൊഡ്യൂൾ സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്ന മൊഡ്യൂൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതൊരു തിയറി പേപ്പറാണ്. ഇതിൻ്റെ അകത്ത് വളരെ എളുപ്പമാണ്, നല്ലതായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് കൂടിയാണിത്. സോ നന്നായിട്ട് ഇത് പഠിക്കുക. വാട്ട് ഈസ് സൈബർ സെക്യൂരിറ്റി? എന്താണ് സൈബർ സെക്യൂരിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സൈബർ സെക്യൂരിറ്റി ഈസ് ദി പ്രാക്ടീസ് ഓഫ് ഡിഫെൻഡിങ് കമ്പ്യൂട്ടേഴ്സ്, സെർവേഴ്സ്, മൊബൈൽ ഡിവൈസസ്, ഇലക്ട്രോണിക് സിസ്റ്റം, നെറ്റ്വർക്ക്സ് ആൻഡ് ഡേറ്റ ഫ്രം മലീഷ്യസ് അറ്റാക്ക്. അതായത് നമ്മുടെ കമ്പ്യൂട്ടേഴ്സിനെയോ സെർവേഴ്സിനെയോ മൊബൈൽ ഡിവൈസിനെയോ അല്ലെങ്കിൽ ഏതൊരു ഇലക്ട്രോണിക് സിസ്റ്റത്തിനെയോ നെറ്റ്വർക്ക്സിനെയോ അതിൽ കൂടി ട്രാൻസ്മിഷൻ ചെയ്യുന്ന ഡേറ്റാസിനെയോ മലീഷ്യസ് അറ്റാക്കിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുക. അതിനാണ് സൈബർ സെക്യൂരിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഇൻഫർമേഷൻ ടെക്നോളജി സെക്യൂരിറ്റി ഓർ ഇലക്ട്രോണിക് ഇൻഫർമേഷൻ സെക്യൂരിറ്റീസ്. ഇതിനെ പറയുന്ന മറ്റൊരു പേരുണ്ട് ഇൻഫർമേഷൻ ടെക്നോളജി സെക്യൂരിറ്റി എന്നോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഇൻഫർമേഷൻ സെക്യൂരിറ്റി എന്നോ ഇതിന് പറയാറുണ്ട്. ദി ടേം അപ്ലൈസ് ഇൻ എ വെറൈറ്റി ഓഫ് കണ്ടൻസ് ഫ്രം ബിസിനസ് ടു മൊബൈൽ കമ്പ്യൂട്ടിംഗ് ആൻഡ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ഫ്യൂ കോമൺ കാറ്റഗറീസ്. അപ്പോൾ ഈ കോമൺ ആയിട്ട് ഈ ടേം അപ്ലൈ ചെയ്യുന്നത് ബിസിനസ് അല്ലെങ്കിൽ മൊബൈൽ കമ്പ്യൂട്ടിങ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോണ്ടക്സ്റ്റിൽ ഇത് അപ്ലൈ ചെയ്യാറുണ്ട്. കോമൺ ആയിട്ട് ബിസിനസ്, മൊബൈൽ കമ്പ്യൂട്ടിംഗ് തുടങ്ങിയതിലൊക്കെയാണ് ഈ സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്ന ടേം അപ്ലൈ ചെയ്യുന്നത്. അതായത് കുറച്ച് കാറ്റഗറീസ് കോമൺ ആയിട്ട് ഇതിനെ ഫ്യൂ കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്താണ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി. ഓക്കെ, അതിലാദ്യം വരുന്നതാണ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. നെറ്റ്വർക്ക് സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രാക്ടീസ് ഓഫ് സെക്യൂരിങ് എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഫ്രം ഇൻട്രൊഡ്യൂസ് വെദർ ടാർഗറ്റ്സ്, അറ്റാക്കേഴ്സ് ഓർ ഓപ്പർച്യൂണിസ്റ്റിക്സ് മാൽവെയർ. നമ്മുടെ കമ്പ്യൂട്ടേഴ്സിനെ നമുക്ക് നെറ്റ്വർക്ക്സിനെ മലീഷ്യസ് അറ്റാക്കിൽ നിന്നും അല്ലെങ്കിൽ മാൽവെയർസിൽ നിന്നുമൊക്കെ ഇൻട്രൊഡ്യൂസിൽ നിന്നുമൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അല്ലേ? അതിനാണ് നമ്മുടെ നെറ്റ്വർക്ക് സെക്യൂരിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് നമുക്ക് ഡിഫറെൻറ്റ് സോഫ്റ്റ്വെയർസ് ഒക്കെ അവൈലബിൾ ആണ്. K7s അതുപോലെ ഡിഫറെൻറ്റ് സോഫ്റ്റ്വെയർസ് ഒക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. ആപ്ലിക്കേഷൻ സെക്യൂരിറ്റി ഫോക്കസ് ഓൺ കീപ്പിംഗ് സോഫ്റ്റ്വെയർ ആൻഡ് ഡിവൈസസ് ഫ്രീ ഓഫ് ത്രെഡ്സ്. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ സെക്യൂരിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസിനെ കൂടാതെ നമ്മളെ ഡിവൈസിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ത്രെഡ്സിൽ നിന്നും. അതിനാണ് ആപ്ലിക്കേഷൻ സെക്യൂരിറ്റി. നെറ്റ്വർക്ക് സെക്യൂരിറ്റി എന്ന് വെച്ചാൽ എന്താണ്? കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ആപ്ലിക്കേഷൻ സെക്യൂരിറ്റീസ് എന്ന് വെച്ചാൽ നമ്മുടെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഓക്കെ, കംപ്രമൈസ് ആപ്ലിക്കേഷൻസ് കുഡ് പ്രൊവൈഡ് ആക്സസ് ടു ദി ഡാറ്റ ഇറ്റ്സ് ഡിസൈൻ ടു protect. Successful security begins at the design stage well before a program or device is developed. അപ്പോൾ ആപ്ലിക്കേഷൻ സെക്യൂരിറ്റീസ് നമുക്കറിയാം. നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻസിനെ സെക്യൂർ ആക്കി വെക്കാം. റീഡ് ഓൺലി ഫോമാറ്റിൽ വെക്കാം, റൈറ്റ് ഓൺലി ഫോമാറ്റിൽ, റീഡ് ആൻഡ് റൈറ്റ്, അങ്ങനെ കുറേ ഓപ്ഷൻസുകളൊക്കെ അവൈലബിൾ ഉണ്ട്. അപ്പോൾ ഈ ഓപ്ഷൻസൊക്കെ നമുക്ക് കീ വെച്ച് നമുക്ക് ലോക്ക് ചെയ്യാം തുടങ്ങിയ ആപ്ലിക്കേഷൻസൊക്കെ അവർ ഡെവലപ്പിംഗ് സ്റ്റേജിൽ തന്നെ കൊണ്ടുവരുന്നു. ഇൻഫർമേഷൻ സെക്യൂരിറ്റി എന്ന് വെച്ചാൽ പ്രൊട്ടക്ട് ദി ഇൻറ്റഗ്രിറ്റി ആൻഡ് പ്രൈവസി ഓഫ് ഡാറ്റ ബോത്ത് ഇൻ സ്റ്റോറേജ് ആൻഡ് ഇൻ ട്രാൻസിസ്റ്റർ. നമ്മുടെ ഇൻഫർമേഷനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, നമ്മുടെ ഡേറ്റാസിനെ, നമ്മുടെ സ്റ്റോറേജിനെ, അതായത് ഡേറ്റാസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മുടെ ഡേറ്റാസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അതിനാണ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് ഓപ്പറേഷണൽ സെക്യൂരിറ്റി. ഇൻക്ലൂഡ് ദി പ്രോസസ് ആൻഡ് ഡിസിഷൻ ഫോർ ഹാൻഡ്ലിംഗ് ആൻഡ് പ്രൊട്ടക്റ്റിംഗ് ഡേറ്റ അസെറ്റ്. The permission users have when accessing a network and procedure that determine how and where data may be stored or shared all fall under this umbrellas. അതായത് ഓപ്പറേഷണൽ സെക്യൂരിറ്റി എന്ന് വെച്ചാൽ പ്രോസസ്സ് അല്ലെങ്കിൽ ഡിസിഷൻ ഹാൻഡ്ലിംഗ് അല്ലെങ്കിൽ പ്രൊട്ടക്റ്റിംഗ് ഡേറ്റ അസെറ്റാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. എന്ന് വെച്ചാൽ ഏതൊക്കെ യൂസേഴ്സിനെ ഏതൊക്കെ ഡേറ്റാസ് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും ത്രൂ ദി നെറ്റ്വർക്ക്സ് ആൻഡ് എങ്ങനെ ഏതൊക്കെ ഡേറ്റാസ് എങ്ങനെ യൂസ് ചെയ്യണം. ചിലപ്പോൾ നമ്മൾ ഫയൽസുകളൊക്കെ കാണാം, നമുക്ക് അതിൻ്റെ അകത്ത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും ഉണ്ടാകത്തില്ല. നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ അത് റീഡ് ചെയ്യാം, അല്ലേ? ദെൻ ചിലതിൻ്റെ അകത്ത് കാണും അപ്ഡേഷൻസ്, നമുക്ക് നമ്മുടെ ഇൻഫർമേഷൻസ് കൂടി അതിൻ്റെ അകത്തേക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഇങ്ങനെ ഓപ്പറേഷണൽ സെക്യൂരിറ്റി ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. പ്രോസസ്സിംഗ് ഉണ്ട്, കൂടാതെ ഡിസിഷൻ ഹാൻഡ്ലിംഗ് ഉണ്ട്, പ്രൊട്ടക്റ്റിംഗ് ഡേറ്റാസ്. ഇതാണ് ഓപ്പറേഷണൽ സെക്യൂരിറ്റിക്കായിട്ട് വരുന്നത്. അടുത്താണ് ഡിസാസ്റ്റർ റിക്കവറി ആൻഡ് ബിസിനസ് കണ്ടിന്യൂറ്റി. ഡിഫൈൻ ഹൗ ആൻ ഓർഗനൈസേഷൻ റെസ്പോൺസ് ടു എ സൈബർ സെക്യൂരിറ്റി ഇൻസിഡൻറ്റ് ഓർ എനി അതർ ഇവൻറ്റ് ദാറ്റ് കോസസ് ദി ലോസസ് ഓഫ് ഓപ്പറേഷൻസ് ഓർ ഡേറ്റ. ഇതിൻ്റെ അകത്ത് വരുന്നത് ഡിസാസ്റ്റർ റിക്കവറി എന്ന് വെച്ചാൽ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൽ നിന്നും ആ ഒരു ഓർഗനൈസേഷനെ രക്ഷപ്പെടുത്തുക. അതായത് ഒരു ഓർഗനൈസേഷനിൽ കീപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻഫർമേഷൻസ് ഒക്കെ സൈബർ അറ്റാക്ക് വഴി എന്തെങ്കിലും ഇൻസിഡൻറ്റ് ഉണ്ടായി നഷ്ടമായി പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിൽ നിന്നും റിക്കവർ ചെയ്യുക. ഓക്കെ, ഡിസാസ്റ്റർ റിക്കവറി പോളിസീസ് ഡിറ്റക്ട് ഹൗ ദി ഓർഗനൈസേഷൻ റീസ്റ്റോർ ഇറ്റ്സ് ഓപ്പറേഷൻസ് ആൻഡ് ഇൻഫർമേഷൻ ടു റിട്ടേൺ ദി സെയിം ഓപ്പറേറ്റിംഗ് കപ്പാസിറ്റി ആസ് ബിഫോർ ദി ഇവൻറ്റ്. അപ്പോൾ ഡിസാസ്റ്റർ റിക്കവറി
പോളിസീസ് ഡിറ്റക്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഈ ലോസ് ആയി പോയിട്ടുള്ള ഡേറ്റാസിനെ വീണ്ടും റീസ്റ്റോർ ചെയ്യുകയും കൂടാതെ ആ കമ്പനിയുടെ കപ്പാസിറ്റി, അതായത് ലോസ് ആയി പോയ ഡേറ്റാസിനെ വീണ്ടും കൊണ്ടുവരുന്നു, പഴയ പോലെ തന്നെ ഇവൻസിനെ എങ്ങനെയാണോ മുമ്പ് ഡേറ്റാസ് പോയിക്കൊണ്ടിരുന്നത് അതേപോലെ തന്നെ ആ ഇവൻസിനെ തിരികെ കൊണ്ടുവരിക. അതാണ് ഡിസാസ്റ്റർ റിക്കവറി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബിസിനസ് കണ്ടിന്യൂറ്റി ഈസ് ദി പ്ലാൻ ദി ഓർഗനൈസേഷൻ ഫോൾ ബാക്ക് ഓൺ വൈൽ ട്രൈങ് ടു ഓപ്പറേറ്റ് വിതൗട്ട് സർട്ടൻ റിസോഴ്സ്. അതാണ് ഈ ഡിസാസ്റ്റർ റിക്കവറിയിൽ മെയിൻ ആയിട്ട് വരുന്നത്. അങ്ങനെ ഡേറ്റ ലോസ് ആയി പോയതുകൊണ്ട് നമ്മുടെ ബിസിനസ് കണ്ടിന്യൂറ്റി പ്ലാൻസിന് അതിനൊരു എഫക്റ്റ് ഉണ്ടാകാതെ, അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാകാതെ അതിൽ നിന്ന് നമ്മുടെ ഡേറ്റാസിനെ റിക്കവർ ചെയ്തെടുത്ത് കൊണ്ടുപോവുക. അടുത്തതാണ് എൻഡ് യൂസർ എഡ്യൂക്കേഷൻ അഡ്രസ്. എൻഡ് യൂസർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ് അഡ്രസ്സസ് ദി മോസ്റ്റ് അൺപ്രെഡിക്റ്റബിൾ സൈബർ സെക്യൂരിറ്റി ഫാക്ടേഴ്സ് പീപ്പിൾ. എനി വൺ ക്യാൻ ആക്സിഡൻ്റലി ഇൻട്രൊഡ്യൂസ് എ വൈറസ് ടു ആൻ അതർവൈസ് സെക്യൂർ സിസ്റ്റം ബൈ ഫെയിലിംഗ് ടു ഫോളോ ആൻ ഗുഡ് സെക്യൂരിറ്റി പ്രാക്ടീസ്. ടീച്ചിങ് യൂസേഴ്സ് ടു ഡിലീറ്റ് സസ്പീഷ്യസ് ഇമെയിൽ അറ്റാച്ച്മെൻറ്റ്, നോട്ട് പ്ലഗ് ഇൻ unidentified USB drives and various other important lessons is a vital for the security of any organization. End user education എന്ന് വെച്ചാൽ നമ്മൾ കാണുന്ന പെൻ ഡ്രൈവ്സുകളൊക്കെ നമ്മളിപ്പം നമ്മുടെ വൈറസ് അറ്റാക്കുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ചില കേസിൽ നമ്മൾ കഫേയിലൊക്കെ പോയി നമ്മുടെ പെൻ ഡ്രൈവുകളൊക്കെ അവിടെ കുത്തിക്കഴിഞ്ഞ് ഡയറക്റ്റായിട്ട് നമ്മൾ നമ്മുടെ ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യുമ്പം ആ കഫേയിൽ നിന്ന് നമ്മുടെ പെൻ ഡ്രൈവിലേക്ക് കയറിയിട്ടുള്ള വൈറസുകൾ ഡയറക്റ്റായിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് കയറുകയും നമ്മുടെ ഡേറ്റാസൊക്കെ ലോസായി പോവുകയും ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ അൺവാണ്ടഡ് ആയിട്ടുള്ള സസ്പീഷ്യസ് ആയിട്ടുള്ള ഇമെയിൽ അറ്റാച്ച്മെൻറ്റ്സ് ഒക്കെ വരിക, അത് ഓപ്പൺ ആക്കാതെ തന്നെ അതിനെ ഡിലീറ്റ് ചെയ്യുക. പിന്നെ നോട്ട് പ്ലഗ് ഇൻ അൺഐഡൻറ്റിഫൈഡ് USB ഡ്രൈവ്സ്, അങ്ങനെയുള്ള കേസുകൾ. ഇതൊക്കെയാണ് വേരിയസ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെസൺസ്. അത് പീപ്പിൾസിന്, അത് സാധാരണ യൂസ് ചെയ്യുന്ന നോർമൽ യൂസ് ചെയ്യുന്ന യൂസേഴ്സിന് പ്രൊവൈഡ് ചെയ്യുക, എഡ്യൂക്കേഷൻ പറയുകയാണ് എന്തൊക്കെ ചെയ്യണം, നിങ്ങളിങ്ങനെ ചെയ്യരുത്. അപ്പോൾ പെൻ ഡ്രൈവ് കുത്തിക്കഴിഞ്ഞാൽ ഉടനെ നമുക്കൊരു സ്കാൻ ചെയ്യണോ വേണ്ടയോ, അല്ലാതെ ഡയറക്റ്റ് ഓപ്പൺ ആക്കി പോകണോ എന്നുള്ള ഒരു ചെക്ക് ബോക്സ് അവിടെ വരികയാണ്, ഒരു ബോക്സ് വരികയാണ്, സ്കാൻ ചെയ്യണോ വേണ്ടയോ. അതാണ് ഈ എൻഡ് യൂസർ എഡ്യൂക്കേഷൻ അഡ്രസ്സ് കൊണ്ട് ഉദ്ദേശിക്കുക. അപ്പോൾ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാറ്റഗറീസ്, സൈബർ സെക്യൂരിറ്റി കാറ്റഗറീസ് എന്ന് പറയുന്നത്. കോമൺ ആയിട്ട് വരുന്ന കാറ്റഗറീസ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി അതിൽ വരാറുണ്ട്, ആപ്ലിക്കേഷൻ സെക്യൂരിറ്റി വരാറുണ്ട്, ഇൻഫർമേഷൻ സെക്യൂരിറ്റി വരാറുണ്ട്, ഓപ്പറേഷണൽ സെക്യൂരിറ്റി, അതുപോലെ ഡിസാസ്റ്റർ റിക്കവറി, ദെൻ എൻഡ് യൂസർ എഡ്യൂക്കേഷൻസ്. ഓക്കെ, അപ്പോൾ ഇതാണ് സൈബർ സെക്യൂരിറ്റിയും അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് കാറ്റഗറീസും എന്ന് പറയുന്നത്. താങ്ക്